ശരത്തെ കാണാത്ത ഒരു പരിപാടിയെക്കുറിച്ച് അഭിപ്രായം പറയരുത് എന്നാണ് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത്. ഞാൻ വ്യക്തിപരമായി ഈ പരിപാടി കാണാത്ത ഒരാളാണ്. എനിക്ക് ആ പരിപാടിയിലെ ഒരു മോഡ് എന്താണ്, എങ്ങനെയാണ്, ഒരു റിയാലിറ്റി ഷോ ആണ്, അതിൻ്റെ പിന്നണി പ്രവർത്തകരായ ഒരുപാട് സുഹൃത്തുക്കളുമൊക്കെ എനിക്കുണ്ട്. അപ്പം പരിപാടി എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, തിരക്കഥയുണ്ടോ ഇല്ലയോ എന്നതിനേക്കാളൊക്കെ ഉപരിയായി വളരെ കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ കോമണർ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ അടുത്തു നിന്നൊക്കെ ഉയർന്നു വന്ന സോഷ്യൽ മീഡിയ താരങ്ങളാണ് ഈ ബിഗ് ബോസിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് നാൾ നന്നായി നിൽക്കാൻ നോക്കും. കുറച്ച് കഴിയുമ്പം തനി സ്വരൂപം പുറത്തേക്ക് വരും. പിന്നെ ഈ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഒരുപാട് നാൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ഫ്രസ്ട്രേഷൻസ് ഒരുപാടുണ്ടാകും. അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. ഗ്യാങ്ങുകൾ ഉണ്ടാകും, അടിച്ചു പിരിയും, ചിലർ നല്ല കൂട്ടുകാരാവും, പ്രണയങ്ങളുണ്ടാകാം. ഇതൊക്കെയാണ് നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ റിയൽ ലൈഫിൽ എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ടോ അതൊക്കെ ആ റോ ആയിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഷോയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്, സാധാരണക്കാർക്കിടയിൽ വളരെ പോപ്പുലർ ആക്കുന്നത്. ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ളൊരു പരിപാടിയാണ്. നമുക്കിതിങ്ങനെ കാണുന്നതിൽ വ്യക്തിപരമായി വലിയ താല്പര്യം, ഒരാളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ നോക്കിയാൽ നമ്മുടെ സമയം പോകും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ഒന്നാണ്. ഇപ്പം തന്നെ എനിക്കൊന്നും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രേണുസുധിയെക്കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുണ്ട് എന്താ പറയുക, കലാകാരനായ സുധിയുടെ മരണത്തിന് ശേഷം സെലിബ്രിറ്റി, അതായത് ഓൺലൈൻ സെലിബ്രിറ്റി താരനിരയിലേക്ക് കയറി വന്ന ഒരാളായിരുന്നു രേണുസുധി. രേണുസുധിയുമുണ്ട് ഇപ്രാവശ്യം ബിഗ് ബോസിൽ എന്നുള്ളതാണ്. നമ്മൾ ബിഗ് ബോസിനെ കുറിച്ചല്ല സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ പെട്ടെന്ന് പോപ്പുലർ ആവുന്നത്, ഇൻഫ്ലുവൻസർ ആവുന്നത്, അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതിനെ എങ്ങനെയാണ് ഏഷ്യാനെറ്റ് പോലെ ഒരു മാധ്യമം യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിൽ കഴിഞ്ഞ് കുറച്ചധികം നാളുകളായി വ്ലോഗിലൊക്കെ ആക്റ്റീവ് ആവുന്ന രേണുസുധി ഇപ്പം ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തതാണ് എന്നും, അങ്ങനെയല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ താൻ പോകുന്നതാണ് എന്നും ഒക്കെ ഉള്ള രണ്ട് ഭാഗങ്ങളുണ്ട്. ശരത്ത് ബിഗ് ബോസ് കാണാറുണ്ടോ? ഇനി ഞാനും ഇതുപോലെ ഫുള്ളായിട്ട് കാണുന്ന ഒരാളൊന്നും അല്ല. എങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മൾ ഷോർട്സ് ആയിട്ടൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ കാണും. നമ്മൾ എങ്ങനെയൊക്കെ ആകാതിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ഇതുപോലത്തെ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-9 മണിക്കൂർ നമ്മൾ ഇവിടെ തന്നെ കഴിയും. അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് അളക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓഫീസിലെ ജീവനക്കാരാണ്. അപ്പോൾ പലരും പല മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. നമ്മൾക്ക് എങ്ങനെയൊക്കെ എവിടെയൊക്കെ നമുക്ക് പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാമായിട്ടിരിക്കാം, അല്ലെങ്കിൽ എവിടെ എന്തൊക്കെ പക്വമായിട്ട് സംസാരിക്കാം, എന്തൊക്കെ പറയാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് അതിനൊക്കെ കുറച്ച് ഒരു പഠനമായിട്ട് കാണാൻ ബിഗ് ബോസ് പറ്റും. പക്ഷെ അത് ഫുള്ളായിട്ട് കാണുന്ന ഒരാളോ ഒന്നുമല്ല. ഞാൻ പറയുന്ന പോലെ ഇതിന് അവിടെ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരാൾ വന്നത് ഇപ്പോൾ രേണുസുധിയുടെ കാര്യം തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചർച്ചയിൽ വരുന്നത്. രേണുസുധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം, മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ അവസാനത്തെ 2-3 മാസം എടുക്കുമ്പോൾ വലിയ രീതിയിൽ എങ്ങനെയും ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കുക, അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ, നല്ലത് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നെഗറ്റീവുകൾ പറയുന്നുണ്ട്. നമ്മളെ മറുനാടൻ മലയാളി അടക്കം അതിനകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞ് അങ്ങനെയും കുറേ ശ്രദ്ധ നേടിപ്പറ്റി. അങ്ങനെ പല രീതിയിലും രേണുസുധി ഇപ്പോൾ സജീവമായി നിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ബിഗ് ബോസിലേക്കുള്ള എൻട്രിയും. ഇവിടെ നമുക്കറിയാം, രേണുസുധിയുടെ നേരത്തെ ഇപ്പോൾ ദുൽഖറൊക്കെ കടന്നു വന്ന പോലെ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കാലം മാത്രം ഒരു എൻട്രിക്ക് വേണ്ടി സുധിയുടെ പേര് ഉപയോഗിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും രേണുസുധി ഇപ്പോൾ നെഗറ്റീവിലായുടെ പോലും അവരുടേതായ ഒരു സ്ഥാനം ഉണ്ടാക്കി. മാത്രമല്ല സാമ്പത്തികമായിട്ടൊരു നേട്ടമാക്കി മാറ്റുകയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ഇമേജ് ആ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവും. എന്നാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സജീവമായി നിൽക്കുക, അങ്ങനെ ഒരുപാട് പേര് സജീവമായിട്ടുണ്ട്. നമുക്കറിയാം, നയൻതാര അടക്കം അല്ലെങ്കിൽ സണ്ണി ലിയോൺ അടക്കം തുടക്കകാലങ്ങളിൽ അവർ വന്നത് കുറച്ച് നെഗറ്റീവിലൂടെയാണ് വന്നെങ്കിൽ പോലും ഇപ്പോൾ അവരെവിടെ നിൽക്കുന്നു എന്നാണ് നോക്കേണ്ടത്. പേളി മാണി നമ്മൾ നോക്കുക, ബിഗ് ബോസിൽ വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കേണ്ടി വന്നു. ശ്രീനിഷുമായിട്ടുള്ള ആ ഒരു ഇതിനെക്കുറിച്ച് കുറേ നെഗറ്റീവ്സ് കേൾക്കുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുക, എല്ലാവരും മാതൃകയാക്കുന്ന രീതിയിലേക്കും വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് രേണുസുധിക്ക് അവർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ്. അവിടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, പക്വമായിട്ട് നിലപാട് കൊണ്ടുവരികയാണെങ്കിൽ രേണുസുധിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചീത്തപ്പേരെല്ലാം തന്നെ, അതായത് നമുക്ക് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവുകളാണ് രേണുസുധിക്ക് പൊതുവേ കിട്ടുന്നത്. എല്ലാവരും അതിനകത്ത്, എനിക്ക് തോന്നുന്നു കമന്റുകൾ ഫുള്ളും അതിനകത്ത് വരുന്നത് പലരും ബോഡി ഷേമിങ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലും പറയുന്നു, എല്ലാം നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഇതിനെയൊക്കെ മാറ്റി തന്റെ ഒരു വ്യക്തമായിട്ടൊരു നിലപാട് അതിനകത്ത് പ്രധാനമായിട്ടും ഈ പാപ്പരാസി മീഡിയ ചെറിയ അവര് നടന്നു പോകുന്നതിന്റെയും അല്ലെങ്കിൽ അവർ നോക്കുന്നതിന്റെയും കൈതട്ടി മാറ്റുന്നതിന്റെയും ചെറിയ ക്ലിപ്സുകൾ, 1 മിനിറ്റിന് താഴെയുള്ള ക്ലിപ്സുകൾ ഇട്ടിട്ടാണ് വൈറലാവുന്നത് ഇവരെ നമ്മൾ അറിയുന്നത്. അതിന് മുൻപും അതിന് ശേഷവും ഇവിടെ എന്താണ് സംഭവിച്ചത്, അവരെന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത് നമ്മൾ അറിയുന്നില്ല. അപ്പം അങ്ങനെ ഒരു റോ ആയിട്ടുള്ള ഒരാൾ ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ പറ്റുമെങ്കിൽ, അതിൽ രേണുസുധിക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ സംബന്ധിച്ച് മികച്ചൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരൊറ്റ ടൂൾ ഉപയോഗിച്ചുകൊണ്ട്
ഇങ്ങനൊരു സ്പേസിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവിടെ എനിക്കറിയാവുന്ന മറ്റൊരു ആളെന്ന് പറയുന്നത് ആദില നൂറയാണ്. അവരെൻ്റെ സുഹൃത്തുക്കളാണ്. ആദിലയും നൂറയും ലെസ്ബിയൻ കപ്പിളാണ്. വളരെയധികം സ്ട്രഗിളിൽ കൂടി വന്നിട്ടുള്ള 2 പെൺകുട്ടികളാണ്. IT ജീവനക്കാർ, IT പ്രൊഫഷണൽസാണ്. അവരും പോയിരിക്കുന്നു ഈ ക്യോ പ്രൈഡ് അല്ലെങ്കിൽ LGBTQ+A റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരും പോയിട്ടുള്ളത്. അപ്പം അവരും എന്നെ സംബന്ധിച്ച് എനിക്കാകെ നേരിട്ടറിയാവുന്ന ഒരാൾക്കാരാണ്. ബാക്കിയുള്ള ആൾക്കാരൊന്നും എനിക്കറിയില്ല. ആരൊക്കെ പോയിട്ടുണ്ടെന്നും വ്യക്തമായ ധാരണയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകാനുള്ള ഓൺലൈൻ ബോധം എനിക്കിച്ചിരി കുറവാണ്. അതുകൊണ്ട് ഞാൻ അത് നല്ലതാണെന്നും വിചാരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അൺവാണ്ടഡ് ഇൻഫർമേഷൻ ആയിട്ടാണ് എന്നെ കാണുന്നത്. എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അറിയേണ്ടെന്ന് നമ്മൾ പഠിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, എല്ലാത്തിനെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിയണം, അങ്ങനെ എന്തൊക്കെയോ അറിയാം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന രത്ന ചുരുക്കം, അപ്പോൾ റോയെ നിന്നാൽ അവർക്ക് അവർ ഇന്നലെ കയറിയപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റഗ്രാം റീൽസിൽ രേണുസുധിയുടെ എൻട്രി ഷൂട്ടിന് മുൻപേ നോക്കുകയായിരുന്നു. സുധിച്ചേട്ടാ ഞാൻ എത്തി എന്നോ പറഞ്ഞിട്ടാണ് അവരെത്തുന്നത്. അതായത് സുധി എന്ന് പറഞ്ഞ കലാകാരനെ തന്നെ വീണ്ടും ഒരു ടൂളായി എടുത്ത് അവർ ഉപയോഗിക്കാൻ പോവുകയാണോ എന്ന് തരത്തില്ല. പക്ഷെ കുറേ അധികം നല്ല കമന്റുകൾ കണ്ടു കേട്ടോ ഞാൻ. അത് അവർക്ക് ഉണ്ടായിരുന്നൊരു നെഗറ്റീവ് കാര്യത്തെ കുറേ അധികം കമന്റുകളിൽ ചെറിയൊരു കാലയളവ് കൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ സാധിച്ചല്ലോ രേണുസുധി എന്ന് പറയുന്ന ആളുകളെയും ഞാൻ കാണുന്നുണ്ട് കമന്റ് ബോക്സിൽ നോക്കുന്ന സമയത്ത്. ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ബിഗ് ബോസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതിനകത്തൊക്കെ രേണുസുധിയാണ് താരമായി നിൽക്കുന്നത്, മറ്റാരുടെയും ചിലപ്പോൾ നമ്മുടെ ഒരു ഫീഡിൻ്റെ ആയിരിക്കും കേട്ടോ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാലം കൊണ്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ, അതായത് അവർ തന്നെ പറഞ്ഞു ഒരു പഠനം പാതി വഴിക്ക് നിർത്തിയതാണ്, 2 മക്കൾ ഉള്ള ഒരാളാണ്, ഒരു മകന് സുധിയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ഇവർക്കുണ്ട്, അവർക്കൊരു കുടുംബമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നോക്കാൻ അഭിനയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സ്ത്രീ, അവർ ഒരുപാട് സ്ട്രഗിൾ നേരിടുന്നു, അവർക്ക് സോഷ്യൽ മീഡിയയിൽ ലിഞ്ചിങ് നേരിടുന്നു, ആൾക്കൂട്ട വിചാരണയ്ക്ക് അവർ ഇരയാകുന്നു. അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് അവർ പുറത്തേക്ക് വന്നതിന് ശേഷം അവർ ഇങ്ങനെ നോക്കൂ, അവരൊരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ്റെ ഒപ്പം എന്നാൽ അതിലൊരു പ്ലെയർ ആയിട്ട് അവർ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നോക്കൂ, അവർക്ക് അതിനുള്ള മെറിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ എന്തായാലും എടുക്കുന്നത് തന്നെ ഓരോരുത്തരുടെ ഓരോ സ്വഭാവ സവിശേഷത പ്രകാരമാണ് എടുക്കുന്നത്. എപ്പോഴും ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിഭാഗം, ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് വരുന്നുണ്ട്, LGBTQ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച ആളുകൾ വരുന്നുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആളുകളെയും കമ്പൈൻ ചെയ്തുള്ള ഒരു ഫോർമാറ്റ് എടുക്കുന്നത്. അപ്പോൾ രേണുസുധി എടുക്കുമ്പോൾ തന്നെ വ്യക്തമായ ടാർഗറ്റ് ഏഷ്യനെറ്റ് ഉണ്ട്, അത് സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ ഇനിയും അവരുടെ രീതിയിൽ നിന്ന് ടാസ്കുകൾ കൊടുക്കും. അവിടെ രേണുസുധി എങ്ങനെ കൈകാര്യം ചെയ്യും, അതുപോലെയാണ് ഇനി സമൂഹം അവരെ അളക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ രേണുസുധി നമ്മുടെ വാർത്ത. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്ന പരിപാടി തന്നെ അന്ന് ആലോചിച്ച് നോക്കുക, ഈ ബിഗ് ബോസ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാരുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്, അങ്ങനെയുണ്ട്. കാരണം ഇതൊരു ആഘോഷമാണ്, അവർക്ക് കണ്ടന്റുകളുടെ പെരുമഴയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് രേണുസുധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ ഈ ഒരു മേഖലയെ നോക്കി ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ തന്നെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഓരോ പ്രകടനം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ട്, നാളെ ഒരു സംസാര വിഷയമാകും എന്നുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്രയും നാൾ ആളുകൾ പറഞ്ഞ ശരിയാണോ ഇല്ലയോ എന്നത് ജഡ്ജ്മെന്റൽ ഡേയ്സ് കൂടിയാണ്. എന്തായാലും ഞാൻ പറയുന്നത് തന്നെ ഒരു ഓൺലൈൻ 21ാം നൂറ്റാണ്ടിൽ ഓൺലൈൻ സാധ്യതകൾ എത്രത്തോളം വലുതാണ് അല്ലേ. അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റിയെ അവർക്ക് ലഭിച്ചിരിക്കുന്നു, അവർ അഭിനയിക്കാൻ പോകുന്നില്ല. അതിൽ നമ്മൾ ആദ്യമേ തന്നെ പറയണം, പല വിഷയങ്ങളും രേണുസുധി എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെ രേണുസുധി നടത്തിയിട്ടുണ്ടായിരുന്ന വീടുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളായിക്കൊള്ളട്ടെ, മറുനാടിനെതിരെ നടത്തിയ പരാമർശങ്ങളായിക്കൊള്ളട്ടെ, രേണുസുധിയുടെ കുട്ടികളെക്കുറിച്ച് രേണുസുധിയുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈൻ എടുത്ത പരാതിയെക്കുറിച്ചാകട്ടെ, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് രേണുസുധിയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നടിയെന്ന രീതിയിലോ ഒരു സ്ത്രീ എന്ന രീതിയിലോ അവർ നടത്തുന്ന ഇടപെടലുകളെ, പോരാട്ടങ്ങളെ, അല്ലെങ്കിൽ പോരാട്ടമൊന്നും വേണ്ട, ഒരു നടിയെന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന രീതിയിലും അവരെടുക്കുന്ന നിലപാടുകളെ, രീതികളെ, അതൊക്കെ അവരുടെ വ്യക്തിപരമാണെന്ന് എല്ലാ ഘട്ടങ്ങളിലും ആവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആരും അവരെ സഹായിക്കാനൊന്നും പോകുന്നില്ല എന്ന് തോന്നുന്നു. കാരണം സുധി മരിച്ചതോടെ എല്ലാ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അവർക്ക് ഇനിയും സർവൈവ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അവരതിന് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നേരത്തെ പറയുന്നത് ഇത് എല്ലാവരും സ്വീകരിക്കുന്ന നടപടിയാണ്. അവർ ആ രീതിയിൽ കഴിവുകൊണ്ട് അല്ലെ അവരുടെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുമൂലം അവർക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. അത് അവരുടെ ഭാവിയിലേക്ക് ഒന്ന് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിലൂടെ വരുമ്പോൾ തന്നെ അതും അത് ഒരു അവർക്ക് ഗുണമായി മാറുന്നത്. എനിക്കൊന്ന് പ്രതിദിനം അവിടെ വേതനമുണ്ട്, ബിഗ് ബോസിൽ വേതനമുണ്ട്. അതുപോലെ തന്നെ അവർ കുറച്ചുകൂടി ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കുമ്പോൾ അത് അവർക്ക് ഗുണങ്ങളായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ആ ഒരു വശം മാത്രം നോക്കിയാൽ മതി. പക്ഷേ വേറൊരു കാര്യം കൂടെ രേണുസുധി ഓർക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു സെലിബ്രിറ്റി ആകുമ്പോൾ, അതായത് ഈ രീതിയിൽ കണ്ടന്റിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കയ്യടികൾ മാത്രമല്ല കൂക്കലുകളും കേൾക്കേണ്ടി വരും. അതുകൂടി പ്രതീക്ഷിക്കുക. അതുകൊണ്ട് തന്നെ തളർന്നു വീഴാതെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പറയാനുള്ളത്.